ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇമെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുക. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. ഇമെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ്. ശരിക്കും ഞാൻ ശ്രദ്ധിക്കാൻ പറയാൻ കാര്യം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇമെയിൽ മാർക്കറ്റിംഗ്. വെരി പവർഫുൾ മീഡിയമാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങൾ ഇമെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് എന്താ മനസ്സിലാക്കി വെച്ചേക്കണേ? ഒന്ന് പറയാമോ? ഇമെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് എന്താ മനസ്സിലാക്കി വെച്ചേക്കണേ? എനി ഐഡിയ? നോ സർ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇതിൽ ഞാൻ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. Email marketing is a digital marketing strategy that involves sending targeted emails to a group of people to promote product, service, build relationship. It helps businesses engage with the customers. Engage with the customers. That is the point. Nurture leads. Drive conversion through personalized and automated messages. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അതിൻ്റെ യൂസ്. നിങ്ങൾ അതാണ് എഴുതി വെക്കേണ്ടത്. ഇറ്റ് ഹെൽപ്സ് ബിസിനസ്സസ് എൻഗേജ് വിത്ത് കസ്റ്റമേഴ്സ്, എക്സിസ്റ്റിംഗ് കസ്റ്റമർ, നർച്ചർ ലീഡ്സ് ആൻഡ് ഡ്രൈവ് കൺവേർഷൻസ് ത്രൂ പേഴ്സണലൈസ്ഡ് ആൻഡ് ഓട്ടോമേറ്റഡ് മെസ്സേജസ്. അതെല്ലാവരും എഴുതി വെക്കുക. അതിനുവേണ്ടി നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാൻ ഇൻക്ലൂഡ് ന്യൂസ് ലെറ്റർ, പ്രൊമോഷണൽ ഓഫേഴ്സ്, ഇവന്റ് ഇൻവിറ്റേഷൻ, കസ്റ്റമർ ഫോളോ അപ്പ്. ക്ലിയർ ആയോ? ഇത് എന്താന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറയാം. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ സോഷ്യൽ മീഡിയ പഠിച്ചവരാണല്ലേ? നമുക്ക് മനസ്സിലായി. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി നമ്മൾ 1000 എൻക്വയറി ജനറേറ്റ് ചെയ്തു. ആ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ നമ്പർ, ഇമെയിൽ ഒക്കെ ഉണ്ട്. ഫോൺ വഴി നമ്മൾ വാട്സപ്പ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ഇമെയിൽ ഉണ്ട്. ആ ഇമെയിലിലേക്കും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കോഴ്സിന്റെ ബാനർ, ബ്രൗഷർ, ഡീറ്റെയിൽസ് അയക്കാം. 1000 പേര് വന്നിട്ട് 1000 പേർക്ക് നമുക്ക് ഇമെയിൽ അയച്ചു കൊടുക്കാം. അതിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് 32,000 കുട്ടികൾ പഠിച്ചു. അതാണ് എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ആ സ്റ്റുഡൻസിന്, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ക്ലാസിന്റെ ലിങ്കുകൾ അയക്കുന്നു, ഇമെയിൽ വഴിയാണ് അയക്കുന്നത്. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ക്ലാസിന്റെ ലിങ്കുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസിന്റെ ടൈമിങ്ങിനെ കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും ഇമെയിൽ വഴിക്കാം. അതാണ് ബൾക്കായിട്ട് നമുക്ക് അയക്കുക. അതാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇല്ല. ഉണ്ടോ? 4.3 ബില്യൺ ഇമെയിൽ യൂസേഴ്സ് ഉണ്ട് വേൾഡ് വൈഡ്. ദിസ് നമ്പർ ഈസ് എക്സ്പെക്ടഡ് ടു റീച്ച് 4.6 ബില്യൺ ആണ്. നമുക്ക് ഇന്ന് നാളെ ആയിരിക്കട്ടെ ഇമെയിൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ്. ശരിക്കും അതെല്ലാവരും പഠിക്കണം. ശരിക്കും നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാൻ പോകണം. കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയാം. നിങ്ങൾ ചിലത് നോട്ട് ചെയ്തോളൂ. വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇമെയിൽ മാർക്കറ്റിംഗ് ഡെലിവേഴ്സ് ആൻ ആവറേജ് ROI of $42 ഫോർ എവറി $1 സ്പെൻഡ്. $1 സ്പെൻഡ് ചെയ്ത് $42 ആണ് കാണിക്കുന്നത്. മേക്കിംഗ് വൺ ഓഫ് ദ കോസ്റ്റ് എഫക്റ്റീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതിന്റെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാം. ഞാൻ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്തേക്കുന്നതാണ്. എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഞാനൊരു 5-10 കോടിക്കുള്ളിൽ ഇമെയിൽ അയച്ചിട്ടുണ്ടാവാം. അതായത് ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യും.
ചിലപ്പോൾ ഇമെയിലൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എയർപോർട്ടിൽ പോകുമ്പോൾ അവിടുത്തെ വൈഫൈ കിട്ടണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഇമെയിലും കൊടുക്കണം. ഇതൊക്കെ ഒരു മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുകയാണ്. ക്ലിയറായോ? നിങ്ങളൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തണം, അത് മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു. നിങ്ങൾ അതുപോലെ തന്നെ ഒരു ഇ കൊമേഴ്സ് ആയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു, ആ ഡേറ്റകൾ മാർക്കറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നു. അതൊക്കെ ഇങ്ങനെ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരുടെ അടുത്ത് വന്ന് പെടും. ക്ലിയറായോ? അപ്പൊ അതാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, ആ ഡെപ്തിലേക്ക് കേട്ടോ. അതുപോലെ യൂസർ എൻഗേജ്മെന്റ്, അറൌണ്ട് 81% സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് റിലൈ ഓൺ ഇമെയിൽ ആസ് എ പ്രൈമറി കസ്റ്റമർ അക്വിസിഷൻ ചാനൽ. ഇനി നിങ്ങൾ അടുത്ത് നോക്കിക്കോളൂ. ഓപ്പൺ റേറ്റ്, ആവറേജ് ഇമെയിൽ ഓപ്പൺ റേറ്റ് അക്രോസ് ഇൻഡസ്ട്രീസ് 21%. എന്താണ് ഓപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഒരു 1000 പേർക്ക് ഇമെയിൽ അയച്ചു, അതിൽ ചിലപ്പോൾ ഒരു 50 പേര് ഇമെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഓപ്പൺ റേറ്റ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ഇൻ ഡിജിറ്റൽ ഇമെയിൽ മാർക്കറ്റിംഗ്. ഓപ്പൺ റേറ്റ്. നമ്മൾ അയക്കുന്നതിലല്ല ഇമ്പോർട്ടൻസ്, എത്ര പേര് ഓപ്പൺ ചെയ്തു. വിത്ത് ക്ലിക്ക് ത്രൂ റേറ്റ് അറൌണ്ട് 2.6, അതായത് നമുക്ക് 2% ക്ലിക്ക് ത്രൂ റേറ്റ് ഉള്ളതാണ്. പേഴ്സണലൈസേഷൻ, പേഴ്സണലൈസ് ഇമെയിൽ ജനറേറ്റ് അപ് ടു 6 times ഹയർ റെവന്യൂ ദാൻ നോൺ പേഴ്സണലൈസ്. നമുക്കൊരു ഇമെയിൽ അയക്കുമ്പോൾ പറയാൻ പറ്റും ഡിയർ മനാസ്. അങ്ങനെയാണ് നമ്മൾ പേഴ്സണലൈസ്ഡ് ഇമെയിൽ അയക്കുക. നമുക്ക് ഇമെയിൽ മാർക്കറ്റിംഗിന് പറ്റുന്നതാണ്. അതുപോലെ ഓട്ടോമേഷനെ കുറിച്ചൊക്കെ ഞാൻ പ്രാക്ടിക്കലി കാണിക്കുന്നുണ്ട്. മൊബൈൽ ഫ്രണ്ട്ലി, കാർട്ട് അബാൻഡ്മെന്റ് റിക്കവറി, B2B, B2C, അതായത് B2B ട്രാൻസാക്ഷൻസ് മാർക്കറ്റിംഗിന് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. ഇപ്പൊ B2B എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്താറുണ്ട്. അപ്പൊ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു B2B ആണ്. കാരണം അവരായിട്ട് ചിലപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവരവരുടെ സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാം. പല രീതിയിൽ നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഇല്ല സാർ. മനസ്സിലാവുണ്ടോ? ഓ സർ. അടുത്താണ് കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ഹൈ റിട്ടേൺ ഓൺ. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. ഡയറക്റ്റ് പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഓട്ടോമേഷൻ, മെഷറബിൾ, ഡേറ്റ ഡ്രിവൺ. മെഷറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഓപ്പൺ റേറ്റ്, എത്ര ക്ലിക്ക് ത്രൂ റേറ്റ്, എത്ര കൺവേർഷൻ, എത്ര ബൗൺസ് റേറ്റ് ഒക്കെ അറിയാൻ പറ്റും. അതാണ് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് ചിലപ്പോൾ നമ്മൾ അയക്കണൊക്കെ സ്പാമിൽ പോവാം. ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇമെയിലേക്കൊക്കെ ആയാലും ഒരുപാട് മെസ്സേജ് വന്നാൽ അതിന് ഹൈ കോമ്പറ്റീഷൻ, ഇൻബോക്സ് ഓവർലോഡ് എന്നൊക്കെ പറയണേ. അതേപോലെ ലീഗൽ ആൻഡ് കംപ്ലൈൻസ് ചാർജ്, ചിലപ്പോൾ ഒരുപാട് ഇമെയിൽ അയക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷൻ ടെസ്റ്റിംഗ്, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകും, ഡിസൈൻ ലിമിറ്റേഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് ഇത് പറയുന്നതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ടൂളാണ് മെയിൽചിംപ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ടൂളാണ് മെയിൽചിംപ്. കണ്ട, മെയിൽചിംപ് ഈസ് എ ലീഡിംഗ് all-in-one email marketing and automation platform designed to help business create, send and analyze email campaign with ease. Founded in 2001 ആണ്. ക്ലിയർ ആയോ? മെയിൽചിംപിന്റെ ഫൗണ്ടേഴ്സിന്റെ ഫോട്ടോ ആണ് അതിൽ. MailChimp serves over 14 million users on worldwide with 2.4 million daily active users. The platform sends over 1 million emails daily. 100 കോടി ഇമെയിലാണ് അവർ അയക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്ര പവർഫുൾ പ്ലാറ്റ്ഫോമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഞാൻ ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് 1 million എൻക്വയറി ജനറേറ്റ് ചെയ്തതാണ്. അതിലെ മോസ്റ്റ് ഓഫ് ദം എൻക്വയറി ഞാൻ ജനറേറ്റ് ചെയ്ത് ഇമെയിൽ മാർക്കറ്റിംഗ് വഴിയാണ്. എന്താണ് അതിൻ്റെ പുറകിലുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഈ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഇമെയിലുകൾ നിങ്ങൾ കളക്ട് ചെയ്യണം. ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് പഠിക്കണം. ടാർഗറ്റ് ഓഡിയൻസിന്റെ ഇമെയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഇമെയിൽ ഇരിക്കുന്ന പാർട്ടീസ് ഉണ്ട്, അവരെ കണ്ടെത്താം. അവരെ കണ്ടെത്തി കഴിഞ്ഞ് നമുക്ക് അവരായിട്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു എഡ്യൂക്കേഷൻ ക്ലയന്റിന് വേണ്ടിയിട്ട് 1 million ഡേറ്റ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്.
അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസിന് ഏറ്റവും വലിയ ഡേറ്റാബേസ് എന്ന് പറയുന്നത് മോൺസ്റ്റർ ആണ്. മോൺസ്റ്റർ ആണ് അവരുടെ ഏറ്റവും വലിയ ഡേറ്റാബേസ്. അപ്പോൾ ഈ മോൺസ്റ്ററിന് പോയിട്ട് നമ്മൾ അവരോടൊന്ന് പറഞ്ഞു നിങ്ങളുടെ ഡേറ്റാബേസിലേക്ക് നമ്മുടെ മാർക്കറ്റിംഗ് ഡീറ്റെയിൽസ് നമ്മുടെ ബാനറുകൾ അയക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവരായിട്ട് നമ്മൾ ഇമെയിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ലക്ഷങ്ങൾ അയച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയി ഞാൻ ഇപ്പൊ പറഞ്ഞത്? ഇല്ല, ക്ലിയർ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. Yes, sir. നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചെയ്ത്. ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ലോകം മുഴുവൻ യാത്ര ചെയ്തത്. ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ത്യ മുഴുവൻ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇപ്പോൾ monster.com-ൻ്റെ അടുത്ത് ഒരുപാട് ഇമെയിൽ ഉണ്ടാവും, അതുപോലെ shine.com ഉണ്ടാവും, minglebox.com ഉണ്ടാവും, പലതരം ഗ്രൂപ്പുകളുണ്ട്. ഇവരുടെ കയ്യിൽ ഡേറ്റാബേസ് ഉണ്ട് ഇമെയിലിൻ്റെ. ചിലയിടത്ത് 5 കോടി, ചിലയിടത്ത് 50 ലക്ഷം. അണ്ട് അവരുടെ അടുത്ത് നമ്മൾ ചെല്ലുന്നു, അവരോട് പറഞ്ഞു നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് ഇമെയിൽ അയക്കാൻ പറയും. അവർ ഇമെയിൽ അയക്കും. ചില ഒരു കോസ്റ്റ് പെർ സെൻറ്റ് മോഡലിനായിരിക്കും ചാർജ് ചെയ്യുക, ചില ഒരു കോസ്റ്റ് പെർ ഓപ്പൺ റേറ്റിനായിരിക്കും ചാർജ് ചെയ്യുക, ചില ഒരു കോസ്റ്റ് പെർ ക്ലിക്ക് മോഡലായിരിക്കും. ക്ലിക്ക് മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമെയിൽ അയക്കുന്നു, ഇമെയിൽ ഓപ്പൺ ചെയ്തു, അതിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം വി നീഡ് ടു പേ. ചില ഒരു കോസ്റ്റ് പെർ ലീഡ് മോഡൽ ചാർജ് ചെയ്യും. കോസ്റ്റ് പെർ ലീഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഇമെയിൽ ക്യാമ്പയിൻ ചെയ്യും, അവരെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് ഇമെയിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് എന്തെങ്കിലും എൻക്വയറി നടത്തിയാൽ മാത്രം വി നീഡ് ടു പേ. അതാണ് കോസ്റ്റ് പെർ ലീഡ് മോഡൽ. അങ്ങനത്തെ പലതരം മോഡലുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ നാളെ പറ്റിക്ക് പറയാം. ദാറ്റ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുകളുണ്ട്. എൻ്റെ കുറേ ഫൈൻഡിങ്സ് ഉണ്ട് അതിൽ. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് കോസ്റ്റ് പെർ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ചില കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഒരു സെറ്റപ്പാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ഇമെയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടത് ആദ്യം തന്നെ മെയിൽ ചിമ്പിൽ ഒരു അക്കൗണ്ട് വേണം. രണ്ടാമത് നമുക്കൊരു ഇമെയിൽസ് വേണം, ഡേറ്റാബേസ് വേണം, അല്ലേ? നമുക്ക് ഇമെയിൽ അയക്കാൻ നമുക്കൊരു ഡേറ്റാബേസ് വേണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്കൊരു ടെംപ്ലേറ്റ് വേണം, അല്ലെ? എന്ത് തരം കണ്ടന്റ് ആണ് അയക്കേണ്ടത്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് സബ്ജക്റ്റ് ലൈൻ, ഇത്രേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ബേസ്. പിന്നെ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, റിപ്പോർട്ട് ഉണ്ട്, എത്ര പേര് കണ്ടു, എത്ര പേര് ചെക്ക് ചെയ്തു, നമുക്കൊക്കെ അറിയാൻ പറ്റും. ക്ലിയർ? ഇനി ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം. പ്രാക്ടിക്കലി നിങ്ങളെ കാണിച്ചു തരാനാണ് പോണത്. അപ്പൊ ആരെങ്കിലും ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. ശ്രുതി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. മെയിൽ ചിപ്പ് എടുക്കാം, മെയിൽ ചിപ്പ്. താഴത്തെ രണ്ടാമത്തെ. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ അവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്ത് ടോപ്പ് റൈറ്റ് ലോഗിൻ. എല്ലാവരും ശ്രദ്ധിക്കാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കാം. നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക. നിങ്ങളുടെ ഏത് ഇമെയിലാണോ ആ ഇമെയിൽ കൊടുത്തോളൂ. നിങ്ങളുടെ ഇപ്പം ഇഷ്ടമുള്ള ഇമെയിൽ കൊടുത്തോളൂ. ആ,
ആ യൂസർ നെയിം കൊടുത്തോളൂ. ആ ഇമെയിൽ തന്നെ യൂസർ നെയിം ആക്കിക്കോ. പാസ്വേഡ് കൊടുക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൊടുക്കണം. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആ എല്ലാവരും ശ്രദ്ധിക്കാം. സുധിയുടെ നെറ്റ് സ്ലോ ആണോ? അതെ സാർ, സ്ലോയാ. ആ ഇമെയിൽ എടുക്കുക. ഇമെയിൽ എടുത്തിട്ട് ഇമെയിൽ ഓപ്പൺ ചെയ്തേ. കാരണം മെയിൽ ചിപ്പ് തന്നെ വന്നിട്ടുണ്ട്. ആക്ടിവേറ്റ് മെയിൽ ചിപ്പ് പഠിക്കാം. ആക്ടിവേറ്റ് അക്കൗണ്ട് കൊടുക്കുക. പെട്ടെന്നോട്ടെ ആക്ടിവേറ്റ് അക്കൗണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം, ബിസിനസ് നെയിം കൊടുക്കുക. എന്തെങ്കിലും കൊടുത്തോളൂ. ശ്രുതി തന്നെ മതി. ഓക്കെ. ഫോൺ നമ്പർ താഴേക്ക് വന്നേ. അത്ര കമ്പൽസറി അല്ല തോന്നുന്നു. താഴേക്കോ. ആ നെക്സ്റ്റ് അടിച്ച്. വേണമെന്നില്ലത്. ഐ കൺസെന്റ്. നെക്സ്റ്റ് അടിക്കാം. അടിയിൽ കസ്റ്റമൈസ് സെറ്റിംഗ്സ് ഉണ്ടല്ലോ, അത് ക്ലോസ് ചെയ്ത് കളഞ്ഞ് അടിയിലൊരു ബോക്സ് റൈറ്റ് സൈഡിൽ. ആ ഇനി അഡ്രസ്സ് കൊടുക്കും. നിങ്ങളുടെ ഇത് കൊടുക്കും. വെറുതെ എറണാകുളം കൊടുത്താലും മതി. ശ്രുതി ആരെങ്കിലും പറയണേ ഞാൻ കേൾക്കുന്നില്ല കേട്ടോ, ശബ്ദം വരുന്നില്ല. താഴേക്ക് വാ. നെക്സ്റ്റ് അടിക്കാം. പോസ്റ്റൽ കോഡ് ടൈപ്പ് ചെയ്യാം. താഴേക്ക് വാ. സ്പീഡാവും. പോസ്റ്റൽ കോഡ് താഴേക്ക് താത്ത്. നിങ്ങളുടെ പോസ്റ്റൽ കോഡ് ടൈപ്പ് ചെയ്യും. കണ്ടോ, വാട്ട് ദി ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് യുവർ ഓർഗനൈസേഷൻ? ഈ കൊമേഴ്സ്, പ്രൊഫഷണൽ സർവീസ് വേണമെങ്കിൽ പ്രൊഫഷണൽ സർവീസ് കൊടുത്തോളൂ. പ്രൊഫഷണൽ സർവീസ് താഴേക്ക് താത്ത്. സ്കിപ്പ് അടിച്ചോ? അതിന് കുഴപ്പമില്ല. നെക്സ്റ്റ് അടിച്ചോ, കുഴപ്പമില്ല. പ്രൊഫഷണൽ സർവീസ് സെലക്ട് ചെയ്തില്ല തോന്നുന്നു. പ്രൊഫഷണൽ സർവീസ് സെലക്ട് ചെയ്യും. മതി. താഴേക്ക് വാ. സ്കിപ്പ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. വാട്ട് ഈസ് യുവർ ടോപ്പ് ഗോൾ വിത്ത് മെയിൽ ഡ്രൈവ് സെയിൽസ്? What are the most important features for email template? We will use your selection. What are the most important features for your SMS marketing? വേണമെങ്കിൽ CRM കൊടുത്തോളൂ. CRM എന്നിട്ടാണ് ചെയ്യണമെന്നാണ്. താഴേക്കുക. Import your brand. We will import your logos and അതൊന്നും വേണ്ട കേട്ടോ. സ്കിപ്പ് അടിച്ചോ. മാനേജ് ഇൻഡസ്ട്രി അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് വെറുതെ എന്നിട്ടാണ് താഴേക്ക് താത്തി. കാത്ത് അവിടെ വെറുതെ അത് മതി. അത് കൊടുത്തോ.
അത് മതി, ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ. കൺഫേം മതി. ഹൗ മെനി ഇമെയിൽ ക്യാമ്പയിൻ, ചൂസ് ആൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. 0 to 500. നെക്സ്റ്റ് അടിക്കും. താഴേക്ക് താത്തി പയ്യെ താത്താം. അവിടെ ഫ്രീ എന്നുണ്ടോ? ഫ്രീ, അത് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ഫ്രീ പെയ്ഡ് ഉണ്ട്, പക്ഷെ ഫ്രീ ഉപയോഗിക്കാം. ഫ്രീ സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ ഫ്രീ കുറച്ചുകൂടി താഴേക്ക് താത്ത. എന്തിനീ പിസ്ക് വെച്ചുകൊണ്ടിരിക്കണം എനിക്ക് അറിയില്ല. എഡ്ജി കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് സെറ്റപ്പ് ആയി. ക്ലിയർ? ഇനി എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇമെയിലുകൾ എല്ലാവരും ചാറ്റ് ഇടാമോ? എല്ലാവരും അവരവരുടെ ഇമെയിൽ ചാറ്റിലിടാം. ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട്. ശ്രുതി ഇടണം എന്നില്ല. ബാക്കി എല്ലാവരും നിങ്ങളുടെ ഇമെയിൽ ചാറ്റിലിടാം. ഇമെയിൽ ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. ഇനി എന്താ ശ്രുതി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇമെയിൽ കോപ്പി ചെയ്തിട്ട് ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് ചെയ്യാം. അത് തന്നെ, നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. ഒരു ഫയൽ ന്യൂ എടുക്കുക. ഫയൽ ന്യൂ ടാബ് അല്ല, അത് മതി. ശരി, ഓക്കെ. ഇനി ഓരോ ഇമെയിൽ ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാം. ഓരോ ഇമെയിലും ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാം. താഴെ പേസ്റ്റ് ചെയ്യാം. സർ എന്റെ മെയിൽ ഐ ഡി പേസ്റ്റ് ചെയ്തിരിക്കുന്നത് wrong. എന്റെ മെയിൽ ഐ ഡി പേസ്റ്റ് ചെയ്തിരിക്കുന്നത് റോങ് ആണ്. എന്റേതും നിങ്ങൾ പറയണത് കേൾക്കുന്നില്ല കേട്ടോ, ഒട്ടും കേൾക്കുന്നില്ല. സർ ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നില്ല. ഫസ്റ്റത്തെ മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് മിസ്റ്റേക്ക് വന്നേക്കാം. അതൊന്ന് കറക്റ്റ്. ആ ഗ്യാപ്പ് എടുത്ത് കളഞ്ഞ ഗ്യാപ്പ്. വെരി ഗുഡ്. എല്ലാവരുടെയോ? ഓക്കെ. ഇനി അത് സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പേര്, വെറുതെ ഒരു ഇമെയിൽ എന്ന് പറഞ്ഞ എന്തെങ്കിലും സേവ് ചെയ്തരാം. അതെ, ഡെസ്ക്ടോപ്പിൽ ഒന്ന് സേവ് ചെയ്തരാം. ഇമെയിൽ എന്ന് പറഞ്ഞ് കൊടുത്തരാം. ഓക്കെ, ഇതാണ്. അപ്പൊ നമ്മുടെ ഒരു ഇമെയിൽ നമ്മൾ ഡാറ്റാബേസ് എടുത്ത് വെച്ചിട്ട് വിചാരിച്ചാൽ മതി കേട്ടോ. സേവ് ചെയ്യാം. ഇത് വേണമെങ്കിൽ മിനിമൈസ് ചെയ്യാം. നോട്ട് പാഡ് മിനിമൈസ് ചെയ്തോളൂ. ആ നോട്ട് പാഡ് മൊത്തത്തിൽ മിനിമൈസ് ചെയ്ത് അവിടെ അതന്നെ. ഇനിയാണ് ഇപ്പൊ നമ്മളൊരു ക്യാമ്പയിൻ്റെ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കി. ഇനി നമ്മൾ ക്യാമ്പയിൻ ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ക്യാമ്പയിൻ ചെയ്യാൻ പോവാണ്. ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ്. ഓക്കെ, അവിടെ പയ്യെ റൈറ്റ് സൈഡ് താഴേക്ക് താത്തി പയ്യെ താത്ത.
റൈറ്റ് സൈഡ്. ആ, റെഗുലർ ഇമെയിൽ എടുക്കുക, നമ്മൾ സെലക്ട് ചെയ്യുക. കുറച്ചുകൂടി താത്തിക്കോളൂ ശ്രുതി, അവിടെ പിശ് കാണിക്കുക, അവിടെ താത്തിക്കോളൂ, അതേപോലെ ആ റെഗുലർ ഇമെയിൽ ക്ലിക്ക് ചെയ്യും. താഴെ ക്ലിക്ക് ചെയ്ത് ഡിസൈൻ ഇമെയിൽ. ഇത് ക്ലോസ് ചെയ്യും. ഭയങ്കര സ്ലോ ആണ് ശ്രുതി. ക്ലോസ് ചെയ്യും, ഞാനത് ക്ലോസ് ചെയ്യാം. ഇനി കണ്ട 2 ആ 2ന്റെ അവിടെ ആഡ് റെസിപ്പിയൻസ് ക്ലിക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇമ്പോർട്ട് കോണ്ടാക്ട് അവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് കോണ്ടാക്ട് എന്ന് ക്ലിക്ക് ചെയ്യും. പെട്ടെന്നാവട്ടെ. ഇമ്പോർട്ട് കോണ്ടാക്ട്. ഹൗ വുഡ് യു ലൈക്ക് ടു അപ്ലോഡ് ഫയൽ സെലക്ട് ചെയ്യുക. അപ്ലോഡ് ഫയൽ. താഴേക്ക് താത്ത. കണ്ടിന്യൂ. സെലക്ട് ഫയൽ ക്ലിക്ക് ചെയ്യും. ഡെസ്ക്ടോപ്പിലുള്ള ഫയൽ സെലക്ട് ചെയ്യുക. സ്പീഡ്. അവിടെ ഉണ്ട് ഇമെയിൽ. ഓപ്പൺ. കണ്ടിന്യൂ അടിക്കുക. എല്ലാവർക്കും മനസ്സിലാവണ്ടോ? കണ്ടിന്യൂ അടിച്ചത് കൂടി. റെക്കോർഡ് എന്താണ് എറർ? ഒക്കെ അപ്ലോഡ് ഫയലാണ്. ആ നോട്ട് പാഡ് എടുത്താൽ അതാണ് നിങ്ങളുടെ ഫയൽ നെയിം. നോട്ട് പാഡ് ഓപ്പൺ ചെയ്തേ. എന്താണ് ആ ഇമെയിൽ മൊത്തം കോപ്പി ചെയ്തേ. പെട്ടെന്ന് കോപ്പി കൺട്രോൾ ചെയ്യാം. മിനിമൈസ് ചെയ്യാം. ഈ മെയിൽ ചിമ്മിന്റെ ബാക്കിലേക്ക് പോട്ടെ. തൊട്ട് ബാക്ക് അടിച്ച്. ലീവ്. ഒന്നും കൂടി ആഡ് റെസിപ്പിയൻസ് ക്ലിക്ക് ചെയ്യും. ഒരു പൊടി താത്ത് നിങ്ങളൊരു ഇതിലാണ്ടാണ് ചെയ്യുന്നത്. ഭയങ്കര സ്ലോ ആണ്. സ്ലോ എന്ന് പറഞ്ഞാൽ ഡെഡ്ലി സ്ലോ ആണ്. ഇനി കോപ്പി ആൻഡ് പേസ്റ്റ് സെലക്ട് ചെയ്ത് കോപ്പി ആൻഡ് പേസ്റ്റ് ആൻഡ് കണ്ടിന്യൂ. അവിടെ വെറുതെ പേസ്റ്റ് ചെയ്ത ഇമെയിൽ പേസ്റ്റ് ചെയ്യുക. അവിടെ അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യും. താഴേക്ക് താത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രുതി കൊടുക്കാം. കണ്ടിന്യൂ. നിങ്ങൾക്ക് പലതരം ടാഗ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ അവിടെ ഒരു പുതിയൊരു ടാഗ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തോളൂ. എന്നിട്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യും. അവിടെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തോളൂ. സ്റ്റുഡൻസ് ആണെന്നുള്ള ടാഗ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡൻസ് പ്രസ് ചെയ്യും. ക്രിയേറ്റും പ്രസ് ചെയ്യും. ക്ലിക്ക് ചെയ്യും. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഒരു ടാഗ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ടാഗ് ചെയ്തിടാം. കണ്ടിന്യൂ അടി. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇമെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മെയിൽ ചിമ്പിന്റെയും ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതിൽ ഇല്ല. നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റിൽ ഡേറ്റ ഇടാം. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ടാഗ് ചെയ്തിടാം. കണ്ടിന്യൂ അടി.
സബ്സ്ക്രൈബ് താഴേക്ക് താത്ത്, താഴേക്ക് താത്ത്. ഫൈനലൈസ് ഇമ്പോർട്ട്, കംപ്ലീറ്റ് ഇമ്പോർട്ട്. വ്യൂ ന്യൂ അത് വേണ്ട, അത് സ്റ്റാർട്ട് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യും. എല്ലാവർക്കും ഐഡിയ മനസ്സിലായി എങ്ങനെയാണ് കോണ്ടാക്ട് ആഡ് ചെയ്യണേന്ന്? ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലായി. സുൽഫി ക്ലിയർ ആണോ? സാർ ഒന്ന് ചെയ്തു നോക്കണം, എന്നാലേ ഒരു ഐഡിയ കിട്ടുള്ളൂ. അത് ചെയ്യുമ്പോൾ കിട്ടും, എളുപ്പമാണ് അത്. നിങ്ങൾ വിചാരിക്കണോ? ഇത് ഉം. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. കോൺസെപ്റ്റ് ക്ലിയർ ആണ്. കണ്ടപ്പോൾ അവിടെ 2 നിങ്ങൾക്ക് എത്ര റെസിപ്പിയന്റ് ഉണ്ടെന്ന് കാണാം. ഓക്കെ. മനസ്സിലായോ? ഇനി ആഡ് ഫ്രം സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ശ്രുതി താഴേക്ക് താത്ത് പൊടിയാം. അവിടെ നിങ്ങളുടെ അത് സേവ് ചെയ്യാം. അത് വേണ്ടി പേരൊക്കെ വേണമെങ്കിൽ മാറ്റാം. അതുകൊണ്ടാണ് കാണിക്കുന്നത് സേവ് ചെയ്യാം. കണ്ട, ഇനിയും സബ്ജക്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആഡ് സബ്ജക്ട്, സബ്ജക്ട് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഇങ്ങനെ കൊടുക്കാൻ വേണമെങ്കിൽ ഡേറ്റ ഡ്രിവൺ ക്ലാസ്സസ്. നമുക്ക് അടുത്ത ഡേറ്റ ഡ്രിവന്റെ ക്ലാസ് എന്താണെന്നൊക്കെ വേണമെങ്കിൽ സ്റ്റുഡൻസിനെ അറിയിക്കുക. അതാണ് ഡേറ്റ ഡ്രിവൺ ക്ലാസ്സസ്. ഓക്കെ, പ്രിവ്യൂ ടെക്സ്റ്റ് അതന്നെ കൊടുക്കാം. സേവ് ചെയ്യാം. സെൻഡ് ടൈം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നമുക്ക് അയക്കാം. അതാണ് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാം. നാളത്തേക്കൊക്കെ സെറ്റ് ചെയ്യാം. ഇനി കണ്ടന്റ് ഉണ്ട്, അതാണ് ഡിസൈൻ ചെയ്യണം ഇമെയിൽ. ഡിസൈൻ ഇമെയിൽ ക്ലിക്ക് ചെയ്യാം. അത് കുറച്ച് നിങ്ങൾ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതിൽ ഫ്രീ ഉണ്ട്, ഫ്രീ ആയിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് അപ്ലൈ അടിക്കുക. അപ്ലൈ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അതിന് എന്ത് വേണം നിങ്ങൾ കുറച്ച് ടൈം കണ്ടെത്തണം കേട്ടോ. അത് പോപ്പപ്പ് ഒക്കെ ക്ലോസ് ചെയ്തോളെ. സ്വിച്ച് ബിറ്റ്വീൻ. നിങ്ങൾ കണ്ട അവിടെ ഇരിക്കുന്ന ഓരോന്ന് നിങ്ങൾക്ക് ഇറ്റ്സ് എ ടൈം ടു ഡിസൈൻ യുവർ ഇമെയിൽ. ലെഫ്റ്റ് സൈഡിലുള്ള സാധനം നിങ്ങൾക്ക് പലതും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ചെയ്യാം. ഐഡിയ കിട്ടിയോ? പല സാധനങ്ങൾ ഹെഡിങ് പാരഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് സേവ് ആൻഡ് എക്സിറ്റ് അടിച്ച് ഏറ്റവും ടോപ്പ് റൈറ്റിൽ. അപ്പൊ എല്ലാവരും ടിക്ക് വന്നു. സേവ് ആൻഡ് എക്സിറ്റ് കണ്ടോ? എല്ലാവരും അവിടെ 2 ഉണ്ട്. 2 എന്ന് പറയുന്നത് അതിനൊരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ്. ലെഫ്റ്റിൽ 2 അത് ടിക്ക് വീണു. താഴേക്ക് താത്ത ഫ്രം ടിക്ക് വീണു. സബ്ജക്റ്റ് ടിക്ക് വീണു. കണ്ടന്റ് അവിടെ കുഞ്ഞൊരു എറർ ഉണ്ട്. അപ്പൊ വീണ്ടും എഡിറ്റ് ഡിസൈൻ എടുത്തേ. ഇറ്റ്സ് എ ടൈം ടു ഡിസൈൻ യുവർ ഇമെയിൽ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ഹെഡിങ് കൊടുക്കാം, ഡേറ്റ ഡ്രിവൺ ക്ലാസ്സസ്. ആ താഴത്തെ ഇമേജ് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ വേറെ ഇമേജ് ഇടാം. താഴത്തെ ഇമേജ് ഉണ്ടായതല്ല, അതല്ല താഴത്തെ ഇമേജ് സെലക്ട് ചെയ്യും ശ്രുതി. അതിന് താഴത്തെ ഒരു ഇമേജ് കണ്ട അത് വേണം സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാതെ തന്നെ പല കാര്യങ്ങളും അവിടെ ചെയ്യാം നിങ്ങൾക്ക്. കണ്ടോ? ഓക്കെ, ഇനി അത് സേവ് ആൻഡ് എക്സിറ്റ് അടിച്ച് മൊത്തം ഡിസൈൻ ചെയ്താൽ അവർ സമ്മതിക്കൂ. പയ്യെ താഴേക്ക് താത്ത. ഇനി മാറ്റാണ്ട് ഒരു മിനിറ്റ് പയ്യെ മോളിപ്പോട്ടെ. പയ്യെ മോളിപ്പോൾ മതി. A plain destination we will be good automatically. We can enable social add button test control. You can define a layout of your web to send an email, remove or replace. അത് മാറ്റാം. ഒന്നും കൂടി എഡിറ്റ് ഡിസൈൻ എടുത്തേ. അതിലുള്ള കൃത്യം കാര്യങ്ങൾ അയക്കണം, എന്നാലും അത് ഇതാവും. യു ക്യാൻ അത് സെലക്ട് ചെയ്ത് യു ക്യാൻ ഡിഫൈൻ ദ ലേഔട്ട് ഓഫ് യുവർ ഇമെയിൽ ആൻഡ് ഗിവ് യുവർ കോണ്ടന്റ് എന്നുണ്ടോ. അത് സെലക്ട് ചെയ്ത് ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം.
അങ്ങനെയല്ല, അത് സെലക്ട് അങ്ങനെ ഡിലീറ്റ് മൊത്തം ബ്ലോക്ക് ചെയ്ത് ഞാൻ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക അവർ ഡേറ്റ ഡ്രിവൺ ക്ലാസ്സസ് will be starting soon. ഓക്കെ, അവിടെ ആഡ് എ ബട്ടൺ ടെക്സ്റ്റ് കൊടുക്കുക. ജോയിൻ നൗ ആഡ് ബട്ടൺ ടെക്സ്റ്റ് ഉണ്ട്, അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. കുറെ നിങ്ങൾ ചെയ്ത് പഠിക്കാനുണ്ട് എല്ലാവരും. ഡിലീറ്റ് ചെയ്യില്ല, അതുമ്പോൾ തന്നെ ക്ലിക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യും. ജോയിൻ നൗ. ഇനി സേവ് ആൻഡ് എക്സിറ്റ് അടിച്ച്. മതി മതി മതി, പയ്യെ മതി. താഴേക്ക് താത്ത. ഇപ്പൊ കണ്ടന്റ് ടിക്ക് വീണു. ഇനി നിങ്ങൾക്ക് സെൻഡ് അടിക്കാം. ഏറ്റവും ടോപ്പ് റൈറ്റില് സെൻഡ് അടിക്കാം. സെൻഡ് കൊണ്ട് 6 പേരുടെ ഇമെയിലേക്ക് വരും. ക്ലിയർ ആയോ? സർ, ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ടെംപ്ലേറ്റ് നമുക്ക് അവിടെ കൊണ്ടുവന്ന് ഇടുകയും ചെയ്യാം അല്ലേ? അത് അങ്ങനെ ചെയ്യാം. ചെയ്യാം. നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. ഓക്കെ. ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ഓൾ ക്യാമ്പയിൻസ് ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്തിരിക്കുന്ന ക്യാമ്പയിൻ അവിടെ കാണാം. പയ്യെ താഴേക്ക് താത്തി, റൈറ്റ് സൈഡ് താഴേക്ക് താത്ത, പയ്യെ താത്തട്ടോ, മതി. നിങ്ങളവിടെ 6 പേർക്ക് ഇമെയിൽ അയച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ക്യാമ്പയിൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. എത്ര ഓപ്പൺസ് ഉണ്ട്, എത്ര സെൻഡിങ് എന്നാണ് കാണുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ അത് സെൻഡ് ആയെന്ന് മനസ്സിലാവും. ഇനി അതിന്റെ വ്യൂ റിപ്പോർട്ട് ഉണ്ട്, ആ വ്യൂ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തേ. അപ്പൊ നമുക്ക് അതിൽ കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് കിട്ടും. കണ്ടോ, റിസിപ്പിയന്റ് 6 പേർക്ക് അയച്ചു, താഴേക്ക് താത്ത. എത്ര ഓപ്പൺ റേറ്റ്, എത്ര ക്ലിക്ക് റേറ്റ്, താഴേക്ക് താത്തിക്കോളൂ, പയ്യെ താഴേക്ക് താത്തിക്കോളൂ. കാരണം എത്ര പേര് ഓപ്പൺ ചെയ്തു, എത്ര പേര് ക്ലിക്ക് ചെയ്തു, എത്ര പേര് സക്സസ്ഫുൾ ഡെലിവറീസ്. ഇതൊക്കെ നമ്മൾ നിങ്ങളുടെ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ, അല്ലെ ഇമെയിൽ വന്നിട്ടുണ്ടോന്ന്. കുറച്ച് കഴിയുമ്പോൾ വരും അവിടെ. എനിക്ക് വന്നിട്ടില്ല, സ്പാമിലുണ്ടോ നോട്ടെ. വന്നിട്ടില്ല സർ. കുറച്ച് കഴിയുമ്പോൾ വരും, നിങ്ങൾക്ക് എല്ലാവർക്കും വരും. അതിപ്പോ തന്നെ അയച്ചതുകൊണ്ടാണ്. അല്ലേ? ഒന്നും കൂടെ സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ഓൾ ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്ത്. അവിടെ സെൻഡിങ് കാണിക്കണേ. 5 മിനിറ്റ് കഴിയുമ്പോൾ സെൻഡ് ആവും. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് ഇമെയിൽ എങ്ങനെ ചെക്ക് ചെയ്യാം, എങ്ങനെ അയക്കാം, എങ്ങനെ അതിന്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്യാം, എത്ര പേര് അയച്ചു, എത്ര പേര് ചെക്ക് ചെയ്തു, എത്ര പേര് ഓപ്പൺ ചെയ്തു, എത്ര പേര് ബൗണ്ട് ചെയ്തു, എല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. കുറച്ചൊരു ഐഡിയ ആയോ? ഐഡിയ കിട്ടി സർ. മനാസ കിട്ടിയോ? സർ കിട്ടി ഐഡിയ കിട്ടി. ഗുഡ്. ഹൃദിക് ക്ലിയർ? ക്ലിയർ സർ, ചെയ്തു നോക്കിയാൽ ഒന്നുകൂടി മനസ്സിലാവും. പക്ക മനസ്സിലായി. ഞാൻ പറഞ്ഞ എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗ് മനസ്സിലായല്ലോ? അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ഇമെയിൽ ക്യാമ്പയിൻ ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നോട്ട് പാഡ് എടുത്തിട്ട് ഈ ഇമെയിലൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുക. എല്ലാവരും ചെയ്യുക.